മാറ്റത്തിനുള്ള വോട്ടല്ല, മാറേണ്ടതില്ല എന്നതിനുള്ള വോട്ടാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. എന്ന് മാത്രവുമല്ല, പുരുഷന്മാരെക്കാൾ 10% സ്ത്രീകൾ ഇത്തവണ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ ആ വോട്ടുകൾ ഒന്നടങ്കം ഒഴുകിയത് NDAയുടെ അക്കൗണ്ടിലേക്കാണ്. മുഖ്യമന്ത്രി റോസ്കർ യോജന 10,000 രൂപയാണ് ഏതാണ്ട് 1,20,00,000 സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് എത്തിയത്. 10,000 രൂപ എന്ന് പറയുന്നത് ബീഹാറിൽ ഒരു കുടുംബത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന തുകയാണ് എന്നത് തെളിയുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫല സൂചനകളിലൂടെ. മുഖ്യമന്ത്രി നിതീഷ് കുമാറിലുള്ള സ്ത്രീകളുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ ഇതിലൂടെ കഴിഞ്ഞു. സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ സംവരണം കൊണ്ടുവന്ന് സ്ത്രീപക്ഷ നിലപാട് ഊട്ടിയുറപ്പിച്ച നേതാവാണ് നിതീഷ് കുമാർ. അതിന് സ്ത്രീകൾ അകമഴിഞ്ഞ് നിതീഷ് കുമാറിനെ സഹായിച്ചിരിക്കുന്നു എന്ന് വേണം ഈ തെരഞ്ഞെടുപ്പ് ഫലസൂചികകളിൽ നിന്ന് മനസ്സിലാക്കാൻ. 190 സീറ്റിലേക്കാണ് NDAയുടെ ലീഡ് ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന പ്രഖ്യാപനത്തിൽ കൂടി, വികസനം കൊണ്ടുവരുന്ന സർക്കാർ എന്ന പ്രഖ്യാപനത്തിൽ, NDAയുടെ പ്രഖ്യാപനത്തിൽ കൂടി ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. ജംഗിൾ രാജ് ഞങ്ങൾക്ക് വേണ്ട, അതിലേക്കൊരു തിരിച്ചുപോക്ക് വേണ്ട എന്ന് ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നു എന്നതാണ് ഫലസൂചനകൾ നൽകുന്ന കൃത്യമായ മേൽക്കൈയാണ് NDAക്ക് ലഭിക്കുന്നത്. നേരത്തെ മൈഥിലി ഠാക്കൂറിന്റെ പ്രതികരണത്തിന് തൊട്ടുമുമ്പ് ഞാൻ സൂചിപ്പിച്ചു വെച്ചതും അത് തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ആലോചനകൾ എല്ലാം നടക്കുമ്പോൾ ചിത്രത്തിലില്ലായിരുന്നു നിതീഷ് കുമാർ എന്നതായിരുന്നു മഹാസഖ്യത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനം. അങ്കിൾ എവിടെ എന്ന് തേജസ്വി യാദവ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴൊന്നും തെരഞ്ഞെടുപ്പ് റാലികളിൽ നമുക്ക് നിതീഷ് കുമാറിനെ കാണാൻ സാധിച്ചിരുന്നില്ല, പൊതുപരിപാടികളിൽ നിതീഷ് കുമാറിനെ കാണാൻ സാധിച്ചിരുന്നില്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ നിതീഷ് കുമാറിനെ കാണാൻ സാധിച്ചിരുന്നില്ല. അങ്കിൾ എവിടെ എന്ന ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ശേഷം ആദ്യമായി പൊതുപരിപാടിയിലേക്ക് എത്തിയപ്പോൾ, തെരഞ്ഞെടുപ്പ് റാലിയിലേക്ക് എത്തിയപ്പോൾ നിതീഷ് കുമാർ തുടങ്ങി വെച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾക്കറിയാമല്ലോ എന്നത്. നിങ്ങൾക്കറിയാമല്ലോ എന്ന ആ ചോദ്യത്തിന് തന്നെ ഉത്തരമുണ്ട്. അതായത്, ഞാൻ കഴിഞ്ഞ 5 വർഷമായി ഭരണത്തിലിരുന്നതിൽ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് മറ്റുള്ളവർ പറയേണ്ടതുണ്ടോ, ഞാൻ പറയേണ്ടതുണ്ടോ? അത് നിങ്ങൾക്കറിയാമല്ലോ എന്നുള്ളതായിരുന്നു നിതീഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിലെ ആദ്യ വാചകം എന്നതാണ് എടുത്തു പറയേണ്ടത്. ഞങ്ങൾക്കറിയാം എന്ന് ബീഹാറിലെ ജനങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു. ബീഹാറിൽ മദ്യ ദുരന്തങ്ങൾ പതിവ് പല്ലവിയായപ്പോൾ അത് അവസാനിപ്പിച്ചുകൊണ്ട് ബീഹാറിൽ മദ്യനിരോധനം നടത്തിയത് അത് നിതീഷ് കുമാറാണ് എന്ന് ഞങ്ങൾക്കറിയാമെന്ന് ബീഹാറിലെ ജനങ്ങൾ പറയുന്നു. സാധാരണക്കാരായ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് 10,000 രൂപ ഇട്ട് തന്നത് നിതീഷ് കുമാറാണ് എന്ന് ഞങ്ങൾക്കറിയാമെന്ന് ഈ വോട്ടിങ്ങിലൂടെ ബീഹാറിലെ ജനത പറയുന്നു. നിരവധിയായ റോഡുകൾ, നിരവധിയായ പാലങ്ങൾ, ബീഹാറിന്റെ വികസന പാതയിലേക്ക് വിരൽ ചൂണ്ടുന്നത് നിതീഷ് കുമാറാണ് എന്ന് ഞങ്ങൾക്കറിയാമെന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ ബീഹാർ പറയുന്നു. അത് തന്നെയാണ് നിതീഷ് കുമാർ ചോദിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ. 192 NDA അവരുടെ ലീഡ് നില 192ലേക്ക് ഉയർത്തുകയാണ്. ഇന്ത്യ മുന്നണി 47ലേക്ക് ചുരുങ്ങുന്ന നിലയാണ് ഇപ്പോഴുള്ളത്. RJD 34 സീറ്റിലേക്ക് ചുരുങ്ങുന്നു. 192ആയി ലീഡ് നില NDA ഉയർത്തുകയാണ്. ഇനിയിപ്പോൾ ആകാംക്ഷ എന്ന് പറയുന്നത് ആരാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി NDA മുന്നണിയിൽ എന്നതാണ് അറിയേണ്ടത്. അതിൽ BJPയും ഒപ്പം തന്നെ JDUവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു ക്ലിയർ മെജോറിറ്റി എന്നത് BJPക്കാണ്. അവർ 80-ലധികം സീറ്റുകളിലേക്ക് എത്തുമ്പോൾ 80-ൽ താഴെയായി JDU ചുരുങ്ങുകയാണ്. BJP 86-ലും JDU 75-ലും ഏതാണ്ട് 10 സീറ്റോളം വരുന്ന 9 സീറ്റിന്റെ വ്യത്യാസം ഉണ്ട്. ഒരു 10 സീറ്റിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതൊരു ക്ലിയർ മെജോറിറ്റിയാണ് എന്ന് പറയാം. അപ്പോൾ മുന്നണിയിലെ കേമനാര് എന്നത് അറിയാനുള്ള ആകാംക്ഷ മാത്രമാണ് ബീഹാറിനെ സംബന്ധിച്ച് ഇനി ബാക്കിയുള്ളതെന്ന് തോന്നുന്നു. കിരൺ ബാബുവിലേക്ക് കൂടി ഒന്ന് പോകണം. കിരൺ, നിതീഷിന്റെ ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. തന്റെ കഴിവെന്താണ്, ബീഹാറിലെ ജനങ്ങൾക്ക് താൻ ആരാണ് എന്നത് നിതീഷ് തെളിയിച്ചിരിക്കുന്നു. അതിൽ നിതീഷിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക്, പദ്ധതികൾക്ക് എത്രമാത്രം മേൽക്കൈ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? സ്ത്രീ വോട്ടുകളാണോ ബീഹാറിലെ ഈ ജയപരാജയം നിർണയിച്ചിരിക്കുന്നത്? ഇപ്പോൾ അത് നിതീഷ് കുമാറിന് അനുകൂലമായി വരുമ്പോൾ നമുക്ക് അത് തന്നെയാണ് കാരണമെന്ന് ഉറപ്പിക്കാൻ കഴിയുമോ? രേണുക, പ്രാഥമികമായ വിലയിരുത്തലിൽ സ്ത്രീ വോട്ട് ഏറ്റവും നിർണായകമായി എന്ന് തന്നെ പറയേണ്ടി വരും. ബീഹാറിനെ സംബന്ധിച്ച് 50-60% സാധാരണഗതിയിൽ ഉണ്ടാകുന്ന വോട്ടിംഗ് ശതമാനം. ബീഹാറിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന വോട്ടിംഗ് ശതമാനമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. 67% വോട്ടിംഗ് എന്ന് പറയുന്നത്. അതുതന്നെ മിക്ക ബൂത്തുകളിലും ആകെ സ്ത്രീകളുടെ എണ്ണം കൂടുതൽ, വോട്ടർമാരിൽ കൂടുതൽ സ്ത്രീകളാണ് വോട്ട് ചെയ്യാൻ എത്തിയത്. സ്ത്രീകൾ വലിയ തോതിൽ ബൂത്തുകളിലേക്ക് എത്തി. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ 10,000 രൂപ ഇത്രയും വരുന്ന 1 കോടിയോളം വരുന്ന സ്ത്രീകളുടെ കയ്യിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഈ 10,000 എന്ന് പറയുന്നത് മലയാളി ചിന്തിക്കുന്നത് പോലെയല്ല. ബീഹാർ
ബീഹാറിൽ ഇപ്പോഴും കേരളത്തിൽ ഒരു സാധാരണ കൂലിപ്പണിക്കാരന് 1000-ഓ 1200 രൂപയൊക്കെ ഒരു ദിവസം ലഭിക്കുമെങ്കിൽ ബീഹാറിനെ സംബന്ധിച്ച് പുരുഷന്മാരുടെ കൂലി ഇപ്പോഴും 300-350 ഒക്കെയാണ്. അതുകൊണ്ടാണ് ബീഹാറിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നത്. അവരുടെ കിട്ടുന്നതിൻ്റെ 3 ഇരട്ടി കൂലി ഇവിടെ കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു മാസം ഒരാൾ 10, 20, 25 ദിവസം പണിയെടുത്താൽ പോലും അയാൾക്ക് ഒരു മാസം കൊണ്ട് 10,000 രൂപ സമ്പാദിക്കാൻ കഴിയില്ല. പരമാവധി 30 ദിവസം തികച്ചു പോയാലും അയാൾക്ക് കഴിയുന്നത് ഈ 300 രൂപ വെച്ച് 9,000 രൂപയായിരിക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് 10,000 രൂപ കിട്ടുന്ന ഒരു വീട്ടിലേക്ക് അത് സ്ത്രീക്ക് കിട്ടുന്നു. സ്ത്രീകൾക്ക് പുരുഷന്മാരും തമ്മിലുള്ള കൂലിയുടെ വ്യത്യാസം അതിലും വലുതാണ് എന്നത് ആലോചിക്കണം. അങ്ങനെ ഒരു സ്ഥലത്താണ് അവരുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ കിട്ടുന്നത്. സ്ത്രീകൾ അതുവരെ ഉണ്ടായിരുന്ന മറ്റെല്ലാ കാര്യങ്ങളും മറന്ന് സ്വാഭാവികമായും നിതീഷ് കുമാറിൻ്റെ സർക്കാരിന് അനുകൂലമായ രീതിയിലേക്ക് വോട്ട് ചെയ്യാൻ വെത്തും എന്നുള്ളത് അങ്ങനെ ഒരു അപകടം നേരത്തെ മഹാഗഠബന്ധൻ പ്രതീക്ഷിച്ചിരുന്നു. അത് പ്രതീക്ഷിച്ചൊക്കെ തന്നെയാണ് രാഷ്ട്രീയമായി ഇത്തരം നീക്കങ്ങളൊക്കെ ഈ ഫ്രീ ബിസിൻ്റെ നീക്കങ്ങളെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ സ്ഥലത്തും പല തോതിൽ ഏറെയും കുറഞ്ഞുമൊക്കെ നടത്താറുണ്ട്. മുൻകാലങ്ങളിൽ ആശയപരമായ വിഷയങ്ങളുമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്തരം സൗജന്യങ്ങൾ നൽകി വോട്ട് നേടുക എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടികളും മുന്നണികളും ഒക്കെ മാറിയിട്ടുണ്ട്. ബീഹാറിൽ അത് ഏറ്റവും സമർത്ഥമായി നിതീഷ് കുമാർ ഉപയോഗിച്ചു. ഇപ്പോഴും കഴിഞ്ഞ 20 വർഷമായി നമ്മൾ ആലോചിക്കണം, ഒരു സംസ്ഥാനത്ത് 20 വർഷമായി ഒരാൾ ഭരണത്തിലിരിക്കുകയാണ്. 20 വർഷം 4ാം തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോഴും പ്രായം ഇത്രയായിട്ട് പോലും കഴിഞ്ഞ കുറേ കാലമായി പൊതുപരിപാടികളിൽ നടക്കം വിട്ടുനിൽക്കുന്ന അവസ്ഥയുണ്ടായിട്ട് പോലും പാർട്ടിക്ക് ആദ്യകാലത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണെന്ന് ആലോചിക്കണം. ശരത് യാദവിനെ പോലെയുള്ള വലിയ നേതാവൊക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണെന്ന് ആലോചിക്കണം. ജോർജ് ഫെർണാണ്ടസിനൊക്കെ ഒപ്പമാണ് നേരത്തെ അദ്ദേഹം സമതാ പാർട്ടി രൂപീകരിക്കുന്നത്. അങ്ങനെയുള്ള നിതീഷ് കുമാർ അവസാനം നിതീഷ് കുമാർ മാത്രം സെക്കൻഡ് ലെയറോ തേർഡ് ലെയറോ ഇല്ലാത്ത ബാക്കി അണികളെ വെച്ച് നയിക്കുന്നു. ആ അണികളെ വെച്ച് മാത്രം നിതീഷ് കുമാർ എന്ന ഒറ്റ നേതാവിനെ വെച്ച് 20ാമത്തെ വർഷവും ബീഹാറിന് ഒറ്റ നേതാവേ ഉള്ളൂ. അത് നിതീഷ് കുമാറാണെന്ന് ഉറപ്പിക്കുകയാണ്. നോക്കൂ, ഏറ്റവും പുതിയ ലീഡ് നില വരുമ്പോൾ 194ലേക്ക് NDA സീറ്റ് നില ഉയർത്തുകയാണ്. മുന്നണിയിലെ കേമൻ BJP തന്നെയാണ്. BJPയും JDയും തമ്മിലുള്ള വ്യത്യാസം 11 സീറ്റായി മാറിയിരിക്കുന്നു. 76-ൽ JDU മുന്നിട്ട് നിൽക്കുമ്പോൾ 87ലേക്ക് BJP ലീഡ് നില ഉയർത്തുകയാണ്. അപ്പോൾ മുന്നണിയിലെ കേമൻ BJP ആണ് എന്ന് ഉറപ്പിക്കുകയാണ്. റിയൽ ഹീറോ മോദിയാണ് എന്ന് പറയേണ്ടി വരുമോ? യെസ്, എന്തായാലും ഹീറോ മോദിയാണ് എങ്കിൽ ക്യാപ്റ്റൻ താനാണ് എന്ന് നിതീഷ് കുമാർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. 74 വയസ്സുള്ള നിതീഷ് കുമാർ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരോട് ആവർത്തിച്ചു പറയേണ്ടത്. നിതീഷ് കുമാർ എല്ലാ വിമർശനങ്ങൾക്കും കൃത്യമായ മറുപടി നൽകുകയാണ്. 1974 കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയ ഗോതയിലേക്ക് എത്തിയ ഒരു നേതാവ് ഇതാ പതിറ്റാണ്ടുകൾക്ക് ശേഷം തന്റെ 74ാം വയസ്സിലും താൻ മാത്രമാണ് ബീഹാർ രാഷ്ട്രീയത്തിന്റെ തലപ്പാവണിയാൻ യോഗ്യൻ എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുമ്പോൾ വളരെ കൃത്യമായി നിതീഷ് കുമാർ പറയുന്നുണ്ട്. രേണുക, തല നരയ്ക്കുവതല്ലെന്റെ വൃദ്ധത്വം എന്നും തല നരയ്ക്കാത്തതല്ലൻ യുവത്വം എന്നും നിതീഷ് കുമാർ പറയുന്നത് അത് ബീഹാറിനോടല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തോടാണ് നിതീഷ് കുമാർ പറഞ്ഞു വെക്കുന്നത്. അത് തേജസ്വി യാദവിന്റെ മുഖത്തേൽക്കുന്ന അടിയായി വേണം നമുക്ക് കാണാൻ. തേജസ്വി യാദവിന്റെ മണ്ഡലത്തിൽ പോലും മാറ്റുരയ്ക്കാൻ പറ്റാത്ത മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം തേജസ്വി യാദവിന് ഉണ്ടെങ്കിൽ നിതീഷ് കുമാറിന് മുന്നിൽ സർവാംഗം കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയേണ്ടതായി വരുന്നു. ആ രാഷ്ട്രീയ തന്ത്രജ്ഞത ഒരിക്കൽ കൂടി ബീഹാറിൽ വിജയക്കൊടി പാറിക്കുകയാണ്. ആ ഇലക്ഷൻ എഞ്ചിനീയറിംഗിന് മുന്നിൽ മഹാസഖ്യം തകർന്നടിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളെപ്പോലും മറികടക്കുന്ന പ്രകടനം ഇപ്പോൾ NDA തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 191 എന്ന സംഖ്യയിലേക്ക് എത്തുമ്പോൾ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചത് കേവല ഭൂരിപക്ഷത്തിലേക്ക് NDA എത്തുമോ എന്നതായിരുന്നു. 2-ൽ 1 എന്ന മേൽക്കൈയിലേക്ക് NDA എത്തുമോ എന്നതായിരുന്നു. അത് 3-ൽ 2 എന്ന നിലയിലേക്ക് NDA മെച്ചപ്പെടുത്തുന്ന സാഹചര്യം. രേണുക, ഇപ്പോഴത് 4-ൽ 3 മെജോറിറ്റി എന്ന നിലയിലേക്കാണ് ഉയർന്നു വരുന്നത്. അതായത് 191 സീറ്റുകളിൽ വിജയക്കൊടി പാറിക്കുമ്പോൾ 4-ൽ 3 മെജോറിറ്റി ഞങ്ങൾ അധികാരത്തിലേക്ക്. ലീഡ് ആവേശത്തിൽ KP വിജയക്കൊടി എന്ന് പറയുമ്പോൾ അതൊരു ലീഡാണ്. മാറി മറിഞ്ഞേക്കാം എന്നൊരു സാഹചര്യം സാധ്യതയും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ആ ലീഡിലൊന്നും വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല.